ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിത്രാണ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പരിത്രാണ പ്രഭാഷണത്തിൽ ഇന്ന് ജൂലൈ മാസം 13 ഞായറാഴ്ചയിലെ പഠന വിഷയമായ ക്രിസ്തു പട്ടത്വ ശുശ്രൂഷയുടെ പ്രതിരൂപം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. 13 ഞായറാഴ്ച ക്ലർജി സൺഡേ ആയി മാർത്തോമാ സഭ വേർതിരിച്ച് ആചരിക്കുകയാണ്. വിശുദ്ധ ഏവങ്കേലിയനായി നിശ്ചയിച്ചിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9 അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ചാണ് അവിടെ പ്രതിപാദിക്കുന്നത്. നാടുതോറും സഞ്ചരിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും ജനത്തെ ഉപദേശിക്കുകയും സൗഖ്യം വേണ്ടിയവർക്ക് സൗഖ്യം നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. കർത്താവോടെ ജനങ്ങളെ കാണുന്നത് ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോയ കൂട്ടമായിട്ടാണ്. പിന്നീട് പറയുന്നുണ്ട്, കൊയ്ത്തിനായി വയലുകൾ വിളഞ്ഞിരിക്കുകയാണ്, കൊയ്ത്തിന് വേണ്ടി ആളുകളെ അയക്കേണ്ടതിന് യജമാനോട് യാചിക്കുക എന്ന് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നുണ്ട്. കർത്താവ് തുടങ്ങി വെച്ചതായ ഇടയ ശുശ്രൂഷ നിവർത്തിക്കുന്നതിന് വേണ്ടിയാണ് സഭയിൽ വൈദികർ നിയോഗിക്കപ്പെടുന്നത്. പഴയ നിയമത്തിലെ പുരോഹിതന്മാരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അവർ ദൈവത്തിനും ജനത്തിനും ഇടയിലൊരു മധ്യസ്ഥനായി നിന്നുകൊണ്ട് യാഗവും മറ്റും അർപ്പിച്ച് ജനത്തെ ദൈവസ്ഥനിലേക്ക് നയിക്കുവാനായി ശ്രമിച്ചിരുന്നവരാണ് പഴയ നിയമ പുരോഹിതന്മാർ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം പുരോഹിത വർഗമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗമാണ് വിശ്വാസ സമൂഹം എന്നാണ് നമ്മളെ സഭ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എന്നാൽ പ്രത്യേക ദൗത്യത്തിനായി സഭ വിളിച്ച് വേർതിരിച്ച് നിയോഗിക്കുന്നവരാണ് വൈദിക സമൂഹം. ദൈവത്തിനും മനുഷ്യർക്കിടയിൽ യേശുക്രിസ്തു എന്ന മധ്യസ്ഥനല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ ദൈവം വിളിച്ച് നിയോഗിച്ച് സഭയിലൂടെ നിയോഗിക്കുന്നതായ വലിയ ശുശ്രൂഷയായ വൈദിക ശുശ്രൂഷ വളരെ ചുമതലാബോധത്തോടുകൂടി നാം നിർവഹിക്കേണ്ടതാണ്. ഈ വൈദികരെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ദിവസം വൈദിക ശുശ്രൂഷയുടെ ചില മേഖലകൾ ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് വൈദികർക്കുള്ളത് പ്രീസ്ലി ഫംഗ്ഷനാണ്, പൗരോഹിത്യ ചുമതലകളാണ്. വൈദികർക്ക് മാത്രം ചെയ്യുവാൻ സഭ അനുവദിച്ചിരിക്കുന്ന ചില ചുമതലകളുണ്ട്, കൗദാശികപരമായ ചുമതലകളുണ്ട്. ഉദാശകൾ അർപ്പിക്കുവാനായിട്ടുള്ള പദവി വൈദികർക്കാണ് സഭ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ ജനത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട് ഒരു കൗദാശികമായ ജീവിതം നയിക്കുന്നതിനും ജനങ്ങളെ സേവിക്കുന്നതിനുമായിട്ടാണ് വൈദികർ തിരഞ്ഞെടുക്കപ്പെടുന്നത്. രണ്ടാമത്തെ അവരുടെ ശുശ്രൂഷ പ്രവാചക ദൗത്യമാണ്. ദൈവത്തിൽ നിന്നും സന്ദേശം സ്വീകരിച്ച് ദൈവജനത്തിന് അത് പകർന്നു കൊടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം, പ്രവാചക ദൗത്യമാണ് സഭ വൈദികരെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ജനമധ്യത്തിൽ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. നമ്മുടെ പ്രസംഗങ്ങളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെയും സാധിക്കേണ്ടതാണ് യേശുക്രിസ്തുവിനെ ലോകത്തിൽ ഉയർത്തി കാണിക്കുക. അങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ യേശുക്രിസ്തു തന്നിലേക്ക് ജനത്തെ ആകർഷിക്കും എന്നാകുന്നല്ലോ വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പലതരത്തിൽ വീണുപോയിട്ടുള്ള ആളുകളെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനും ദൈവവചനത്തിൽ അവരെ സ്ഥിരപ്പെടുത്തുന്നതിനും നമ്മുടെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് സാധിക്കേണ്ടതാണ്. വേദവിപരീതികളായ അനേക ഉപദേശകർ പ്രവർത്തിക്കുന്ന കാലത്ത് കൂട്ടം തെറ്റിപ്പോകാതിരിക്കുവാനായി നമ്മുടെ ആടുകളെ സംരക്ഷിക്കേണ്ട ചുമതല വചന ശുശ്രൂഷയിലൂടെ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. മൂന്നാമത്തെ നമ്മുടെ ചുമതലയാണ് പരിപാലന ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ ശുശ്രൂഷ. പ്രസംഗിക്കുക മാത്രമല്ല, അവർക്ക് സൗഹൃദം പകർന്നു കൊടുക്കുക, ആവശ്യങ്ങളിരിക്കുന്നവർക്ക് അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടാളിയാകുക, ഒരു സുഹൃത്തിനെ പോലെയുള്ള സൗഹൃദ സന്ദർശനവും മറ്റും നടത്തി ജനത്തെ പരിപാലിക്കുക, അവരുടെ വേദനകളിൽ അവരെ സഹായിക്കുക, ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്നുള്ള വലിയ ഇടയപാലന ദൗത്യവും ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. എവിടെ ആയാലും എന്തായാലും നമ്മൾ
വേർതിരിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. സഭ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന അതാണ്, ജനം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതാണ്. നമ്മൾ എവിടെയായിരുന്നാലും എവിടെ പോയാലും നമ്മളൊരു വേർതിരിക്കപ്പെട്ട വൈദികനാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. മറ്റൊരു ദൗത്യമാണ് മിഷണറി ദൗത്യം, പ്രേക്ഷിത ദൗത്യം. ഈ ആലയിൽ ഉൾപ്പെടാത്ത ആടുകളെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വവും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരോട് പങ്കുവെക്കുക എന്നുള്ള വലിയൊരു മിഷണറി ദൗത്യവും ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. പലതരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളൊക്കെ വരാവുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വീഴ്ച വരുമ്പോൾ ദൈവസ്ഥനിൽ ഏറ്റുപറഞ്ഞ് വിശ്വസ്തരായി ജീവിപ്പാനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവവചന പഠനവും പ്രാർത്ഥനയും ഒട്ടും കുറഞ്ഞു പോകാതെ നാം സൂക്ഷിക്കേണ്ടതാണ്. പട്ടം കൊടുക്കുമ്പോൾ പട്ടക്കാർ പാടുന്ന പാട്ടുണ്ടല്ലോ, നിത്യം ഉഷസ്സിലും അന്തിയിലും പ്രാർത്ഥിപ്പോനിവരാകണമേ. എപ്പോഴും പ്രാർത്ഥനാ ജീവിതവും വചനധ്യാനവും നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൃപാവരം ഒന്നുകൂടെ ജ്വലിപ്പിച്ചെടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് സാധിക്കും. പ്രിയ വൈദിക സഹോദരങ്ങളെ, ദൈവം നമ്മെ വലിയൊരു ദൗത്യത്തിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നമ്മുടെ യോഗ്യത നോക്കാതെ ദൈവം നമ്മെ വിളിച്ച് ഈ വലിയ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഇത് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടുകൂടി അന്ത്യം വരെ നിവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.